ക്ലാസ് തുടങ്ങിയിട്ടില്ല, വന്നതേ ഉള്ളൂ. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഇടയ്ക്ക് വെച്ചുണ്ടോ നെറ്റിന്റെ പ്രശ്നമായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? Yes, മാഡം നെറ്റിന്റെ പ്രശ്നമായിരുന്നു മാഡം. റേഞ്ചിന്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, എത്ര ടൈം ക്ലാസ് കിട്ടി നിങ്ങക്ക്? ഒരു അരമണിക്കൂർ. 25 ഓക്കെ, 2 മണിയായിപ്പോ. എത്ര പേര് ജോയിൻ ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? ഇനി ആരെങ്കിലും വരാനുണ്ടോ, ജോയിൻ ചെയ്യാനുണ്ടോ എന്നറിയാൻ വേണ്ടിയാ. ഒരു 67-70 ഒക്കെ എടുത്തുണ്ടായിരുന്നു. 70 അടുത്തുണ്ടായിരുന്നു അല്ലേ? 54 55. ഒരു 2 മിനിറ്റ് നമുക്ക് ആർക്കെങ്കിലും വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, ക്ലാസ്സിന്റെ ടൈം നമുക്ക് കളയണ്ടല്ലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? Consistent of blood. അപ്പൊ അതിനകത്ത് നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏതായിരുന്നു? ടൈപ്പ് എന്ന് എടുത്ത് ചോദിക്കുമ്പോ ഓ നെഗറ്റീവ്. ആൻഡ് വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? AB positive. പോസിറ്റീവ്. ഓക്കെ, AB പോസിറ്റീവ്. നമ്മൾ പറഞ്ഞു എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഈ ബ്ലഡ് ടൈപ്പ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴോ അത് റിസീവ് ചെയ്യുന്ന ആൾക്കൊക്കെ എന്തെങ്കിലും മിസ്മാച്ച് പറ്റുവാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈവൻ കോസിങ് ഡെത്തിന് വരെ കാരണമാകും. സോ ദ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. ഇവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് when is blood transfusion needed? when, എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇൻഡിവിജ്വൽ മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ variety of some of them are. Individual may need a blood transfusion for different reasons. പല കാരണങ്ങൾ കൊണ്ട് ഒരു ബ്ലഡ് റിസീവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളില് സിറ്റുവേഷൻസിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അതിനകത്ത് താഴെ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങൾ എപ്പോഴെല്ലാമാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഫസ്റ്റ് പോയിന്റ്, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി.
ടു സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്കിപ്പോ എന്തെങ്കിലും എമർജൻസി പറ്റി ഒരു ആക്സിഡന്റ് ഒക്കെ ആയി നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് ലോസ്റ്റ് ആയി പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ സർജറി ചെയ്യുമ്പോഴൊക്കെ ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ബ്ലഡ് അതിനെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. എന്നുവെച്ചാൽ സർജറി ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് പോകുമ്പോൾ അതിന് പകരം നമുക്ക് ബ്ലഡ് അവിടെ റീപ്ലേസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എമർജൻസി ആയിട്ടാണെങ്കിലും നമ്മൾ ആക്സിഡന്റ് ഒക്കെ പറ്റി നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് വാർന്നു പോവുകയാണെങ്കിൽ ആ പോയ ബ്ലഡിന്റെ സ്ഥാനത്ത് നമ്മൾ ബ്ലഡ് റീപ്ലേസ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ദഹനനാളത്തിനുണ്ടാകുന്ന ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് ഉണ്ടാകുന്ന ബ്ലീഡിങ്, രക്തസ്രാവം. ആ ഒരു സിറ്റുവേഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ലുക്കീമിയ. ലുക്കീമിയ നമ്മൾ പറഞ്ഞല്ലോ, വാട്ട് ഈസ് ലുക്കീമിയ? White blood cells. Leukemia is also called blood cancer, and it is caused by the rise in the number of WBC in your body. White blood സെൽസിന്റെ കൂടുമ്പോൾ ആണ് ഈ ലുക്കീമിയ. ആ ഒരു സിറ്റുവേഷനാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിലുള്ള WBCയുടെ അല്ലെങ്കിൽ ഈ ശ്വേത രക്താണുക്കൾക്ക് വരുന്ന ക്യാൻസർ ആണ് ലുക്കീമിയ. ലുക്കീമിയ ഈസ് എ ബ്ലഡ് ക്യാൻസർ കോസ്ഡ് ബൈ എ റൈസ് ഇൻ ദ നമ്പർ ഓഫ് WBC ഇൻ അവർ ബോഡി. ഓക്കെ, ആ ഒരു ലുക്കീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ആണ് ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, RBC. ഇനി നമ്മുടെ ബ്ലഡിൽ RBCയുടെ കൗണ്ട് കുറവാന്ന് വിചാരിക്കാം, അപ്പൊ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അപ്പൊ നമ്മുടെ ബ്ലഡിലെ ഏതാ RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ നമ്മുടെ RBCയുടെ കുറവ് വരുമ്പോഴും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലാക്ക് ഓഫ് ഹെൽത്തി RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, RBCയുടെ കുറവ്. നെക്സ്റ്റ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. നോക്കിയേ, റേഡിയേഷൻ തെറാപ്പി, ക്യാൻസർ ട്രീറ്റ്മെന്റുകളാണ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്നൊക്കെ പറയുന്നത്. ഈ റേഡിയേഷൻ തെറാപ്പിയിൽ എന്താ, റേഡിയേഷൻ യൂസ് ചെയ്തിട്ടാണ് അവിടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ഹൈ റേഡിയേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റിന്. പിന്നെ അതുപോലെ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ മരുന്നുകൾ തന്നെ ഉപയോഗിച്ചിട്ട് ആ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുക ചെയ്യുന്നത് കീമോതെറാപ്പി. അതുപോലെ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് വരുന്നതാണ് ലിവർ പ്രോബ്ലംസ്. ലിവർ, കരളിനുണ്ടാകുന്ന കരൾ രോഗങ്ങള് അല്ലെങ്കിൽ കരളിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കേസുകളിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലിവർ പ്രോബ്ലംസ്. നെക്സ്റ്റ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ബ്ലഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓർ ഡിസോർഡർ, ബ്ലഡിലുണ്ടാകുന്ന രോഗങ്ങള്, ബ്ലഡിൽ വരുന്ന രോഗങ്ങള്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം. ഇതുള്ള ഡിസീസ് ആയിട്ടുള്ള ആ ബ്ലഡ് നമുക്ക് മാറ്റിയിട്ട് അവിടെ പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. ഇത്രയും സിറ്റുവേഷൻസിലൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഒന്നുകൂടി നോക്കാം. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. നമ്മളെ എമർജൻസി ആയി കേട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ സർജറി മൂലം ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ അവിടെ റീപ്ലേസ് ചെയ്യുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് ആ നഷ്ടപ്പെട്ട് പോയ ആ ബ്ലഡ് റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ് ആ സിറ്റുവേഷനിൽ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ലുക്കീമിയ, പിന്നെ നെക്സ്റ്റ് ലാക്ക് ഓഫ് ഹെൽത്തി RBC സെൽ, റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ്, ഹെൽത്തി RBCയുടെ കുറവ്. പിന്നെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സിലൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പിന്നെ ലിവർ പ്രോബ്ലം, കരളിനുണ്ടാകുന്ന കരൾ രോഗങ്ങള്, കരളിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, ആ സിറ്റുവേഷനിലും ട്രാൻസ്ഫ്യൂഷൻ
ആവശ്യമായിട്ട് വരാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ബ്ലഡ് ഡിസോർഡേഴ്സ്. പോയോ? കേൾക്കുന്നില്ലല്ലോ. പെട്ടെന്ന് സ്റ്റക്കായല്ലോ, എന്ത് പറ്റീനാവോ? മാഡം പോയോ? ഹലോ മാം, നെറ്റ് പോയോ വീണ്ടും? ആദ്യത്തെ പോലെ തന്നെ റേഞ്ച് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. മിസ് ഇറങ്ങിപ്പോയില്ലോ. ക്ലാസ് ഇല്ലേ അപ്പോ ഒന്നും? എന്താ ടെക്നിക്കൽ ഇഷ്യൂ ആ, എന്താന്നറിയില്ല. ഒന്നും പറഞ്ഞില്ല, മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ. ആയിരിക്കും. പ്രോബ്ലം ആയിരിക്കും. റീജോയിൻ ചെയ്ത് നോക്കിയാലോ? നേരത്തെ കണക്കിന് ക്ലാസ് ഇല്ലെങ്കിലോ? ശരിക്കും ഈ ബാച്ചിൽ എത്ര പേരുണ്ട് മൊത്തം? ചില സമയത്ത് വളരെ ഇടയ്ക്ക് നെറ്റ് ഒന്ന് കട്ട് ആയതാണ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ. ഓക്കെ, ഓക്കെ. ഞാനിപ്പോ മായ ഉണ്ടാവും. ഒന്ന് റെഡി ചെയ്യോ? ആ യെസ് മാഡം. പോയിന്റ്സ് അറിയാനല്ലേ? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അതെല്ലാം നമ്മൾ നോക്കിയത്. അതെല്ലാം അതെ അതെ. 3 പോയിന്റ്സ് ഒന്ന് വായിക്കട്ടെ. To substitute for the lost blood after a serious surgery, digestive tract bleeding, leukemia, lack of healthy red blood cells, radiation therapy, chemotherapy, or other cancer treatments, liver problems, blood disorders. Okay, liver problems, blood disorders. ഇത്രയും സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഒരു ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? വാട്ട് ഇസ് ദി മീനിങ് റെസ്പോൺസിബിലിറ്റി? എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഉത്തരവാദിത്തം. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ്, അവരുടെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങള്, ഈ ജോലി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. അദ്ദേഹം മൊത്തത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും
ഒരു ഹെഡായിട്ട് ആക്ട് ചെയ്യണ ഒരാളായിരിക്കണം. ബ്ലഡ് ബാങ്കിലുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഒരു ഹെഡ് എന്നുള്ള റോളാണ് ബ്ലഡ് ബാങ്ക് മാനേജറിനുള്ളത്. ഓക്കെ, ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. മൊത്തത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ മൊത്തത്തിലെ കാര്യങ്ങൾ എല്ലാത്തിനെയും മാനേജ് ചെയ്യുക, അതിന്റെ ഹെഡ് എന്നുള്ള ഒരു റോളാണ് അദ്ദേഹത്തിന്റെ വരുന്നത്. നെക്സ്റ്റ് നോക്കിയേ, he or she is at the helm of the daily operation at the blood bank. പിന്നെയും പോയോ? ഓക്കെ സെക്കൻഡ് പോയിന്റ് നോക്കിയേ, he or she is at the helm. At the helm എന്ന് വെച്ചാൽ ഇൻചാർജ് ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ഡെയിലി നടക്കുന്ന ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളുടെ ഒരു ഇൻചാർജ് ഉള്ള ഒരാളായിരിക്കും ഈ ബ്ലഡ് ബാങ്ക് മാനേജർ. അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഡെയിലി ഉള്ള ഓപ്പറേഷൻസ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതായിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരു ഇൻചാർജ് ഉള്ള ഒരാളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞത്. അത് ഏതൊക്കെയാന്ന് നോക്കിയാൽ, ചെക്കിംഗ് എക്സ്പെൻസുകൾ ചെക്ക് ചെയ്യുക, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പരിശോധനകള് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. അവിടെ പ്രിന്റഡ് നോട്ടിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, തേർഡ് എന്നാണ്, THIRD, തേർഡ് പാർട്ടി സർവീസസ്. അവരുമായിട്ട് വർക്ക് ചെയ്യണം. അതായത് ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള്, റിസീവ് ചെയ്യുന്ന ആള്, പിന്നെ അതിന്റെ കൂടെ നിൽക്കുന്ന തേർഡ് പാർട്ടികളുമായിട്ട്, തേർഡ് പാർട്ടി സർവീസ് അവരുമായിട്ടൊക്കെ വർക്കിംഗ് ചെയ്യണം. ഓക്കെ, he or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections and working with the third party services. The next, ബ്ലഡ് ബാങ്കിൽ ഇൻസ്പെക്ഷൻസ് എല്ലാം ഉണ്ടാവോ മാം? ഓക്കെ, എന്താ ഖദീജ, ബാങ്കിൽ ഇൻസ്പെക്ഷൻസ് എല്ലാം ഉണ്ടാവോ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്താം. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളോ പ്രോപ്പർ ആണോ, അങ്ങനെ പെട്ടെന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ നമ്മളിപ്പോ റെക്കോർഡുകളാണെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ളതോ എന്താണെങ്കിലും ഇൻസ്പെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനൊക്കെ അധികാരമുള്ള ഒരാളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കിയേ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥര്. അതിൽ എന്തൊക്കെയാണ് അക്കൗണ്ടബിൾ, ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും. എന്തിനാ, സെലക്ട് ചെയ്യാൻ, അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ സെലക്ട് ചെയ്യാൻ, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ, അതുപോലെ തന്നെ ഗൈഡിങ് ടാസ്കുകൾ, അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ. ആ ഗൈഡിങ് ടാസ്ക് ഓഫ് ദ പേഴ്സണൽസിന് അവർക്ക് ഗൈഡിങ് ടാസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ. സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. He or she supervise and lead newly hired staff on the work they do and they implement different rules and regulations of the company. Next നോക്കിയേ, സെക്കൻഡ് പോയിന്റ് ആണ്, he or she supervises. അദ്ദേഹത്തിന് എന്താണ്, പുതിയതായിട്ട് ന്യൂലി ആൻഡ് ലീഡ്സ് ദ ന്യൂലി ഹിയർഡ് സ്റ്റാഫ്. പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകള്, അവർക്കുടെ വർക്കില് അവരെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആൻഡ് ടു ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയിലെ റൂൾസുകള്, അവിടുത്തെ റെഗുലേഷൻസ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. He or she supervises and leads the newly hired staff on the work they do. അവർ ചെയ്യുന്ന ജോലിയില് പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകള്, അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ വർക്കില് അവരെ ലീഡ് ചെയ്യാനും അവരെ സൂപ്പർവൈസ് ചെയ്യാനും ചെയ്യണം. അതുകൂടാതെ തന്നെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനും അധികാരമുള്ള ഒരാളായിരിക്കും. പിന്നെ നെക്സ്റ്റ് നോക്കിയ, ട്രെയിനിങ് ആർ ഗിവൺ. ട്രെയിനിങ്ങുകൾ കൊടുക്കാനും പ്രൊവൈഡ് ചെയ്യാനും, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും ഒരു അധികാരമുള്ള ഒരാളായിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, he also oversees and assesses the gross performance of the staff and to ensure that
files and records are updated and properly stored. ഉണ്ടാവും. He also oversees എന്ന് വെച്ചാൽ oversees ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, അതുകൂടെ assesses അവരെ വിലയിരുത്തുക. എന്താണ് അത്? ഗ്രോസ് എന്ന് പറഞ്ഞു ഓവറോൾ, മൊത്തത്തിലുള്ള പെർഫോമൻസ്, ആ സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് അതെങ്ങനെയാണെന്ന് അതിനെ മേൽനോട്ടം വഹിക്കാനും അതിനെ വിലയിരുത്താനും ഒക്കെ അധികാരമുള്ള ആളാണ്. അതുകൂടാതെ ആൻഡ് എൻഷുർ ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. അതിന്റെ ഒപ്പം തന്നെ എന്താണ്? എൻഷുർ ചെയ്യണം. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തണം. ദാറ്റ് files and records are updated and properly stored. പറഞ്ഞു ഫയൽസ്, റെക്കോർഡ്സ്, ബാങ്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് അതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഫയലുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫയലുകളും റെക്കോർഡുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, എത്ര പേരൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ എത്ര പേർക്കൊക്കെ ബ്ലഡ് കൊടുത്തു, അങ്ങനെയുള്ള എല്ലാം അവർക്കിടെ നമ്മളവിടെ എന്താ പറയാ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡുകൾ ഏതൊക്കെയാണ്, അത് എത്രയൊക്കെയുണ്ട്, അങ്ങനെയുള്ളത് ആ ബ്ലഡ് ബാങ്കിലുള്ള റെക്കോർഡുകൾ എല്ലാം, അതുപോലെ തന്നെ ഫയലുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അത് ഉറപ്പുവരുത്തണം. അപ്ഡേറ്റ് ചെയ്തു, ഡെയിലി ഓരോ ഫയലുകളും നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഫയൽസും റെക്കോർഡ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്, അതുകൂടാതെ അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ അത് റെക്കോർഡ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് അത് സ്റ്റോർ ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. He also oversees and assesses the gross performance of the staff and ensure that the files and the records are updated and properly stored. Okay. Next, last point പറഞ്ഞേക്കുന്നത് apart from the management of the blood bank staff. And അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ബ്ലഡ് ബാങ്ക് എന്നാണ് കേട്ടോ, ബി ആണ് അവിടെ എച്ച് എന്നാ കൊടുത്തേക്കുന്നത്, ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് എന്നാണ്. Apart from the management of blood bank staff, blood bank സ്റ്റാഫിന്റെ ആ മാനേജ്മെന്റിന് പുറമേ, അപ്പാർട്ട് എന്ന് വെച്ചാൽ പുറമേ, അതിന് പുറമേ ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ ആ സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമേ the blood bank manager is also responsible for developing center program such as blood donation month. ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള ഒരാളും കൂടിയാണ് ഈ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റാഫുകൾ നടത്തുന്ന പ്രോഗ്രാംസിന് പുറമേ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് അവർക്കടെ ആ മാനേജ്മെന്റിന് പുറമേ തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറിന് ഈ സെന്റർ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അതേതാണ് സജസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഏത് മാസമാണെന്ന് അറിയോ ബ്ലഡ് ഡൊണേഷൻ മന്ത് മാസം അറിയപ്പെടുന്നത്? ജാനുവരി ആണോ? വെരി ഗുഡ്. മായ ആണോ? ജാനുവരി ആണ് കേട്ടോ. ജാനുവരി ആണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത്. അത് അപ്പൊ ആ ഒരു ടൈമിൽ, ആ ഒരു മാസത്ത് നമുക്ക് വേണമെങ്കിൽ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അവയർനെസ് കൊടുക്കാനുള്ള അവയർനെസ് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യാം. ആ ഒരു മാസം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആചരിക്കാം ബ്ലഡ് ഡൊണേഷൻ മന്ത്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഇതുമായിട്ട് അവർക്ക് കുറച്ചും കൂടിയൊക്കെ അവയർനെസ് കൊടുക്കാൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവയർനെസ് പ്രോഗ്രാംസുകൾ നടത്താം, സെമിനാറുകൾ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. അങ്ങനെയുള്ള സെന്റർ പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടി ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന് ഉണ്ടായിരിക്കും. അതും അദ്ദേഹത്തിന്റെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ഒന്നില്ലെങ്കിൽ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്ന് ചോദിക്കാം. ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിക്കാം. അപ്പൊ ഈ അഞ്ച് പോയിന്റ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പൊ ഇത് 5 ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാലോ, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റ്സുകളും നോക്കുക കേട്ടോ. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്ത ഉണ്ടോന്നൊന്ന് വേഗം ഒന്ന് നോക്കിയേ. ഇപ്പൊ ഞാൻ വായിപ്പിക്കുന്നില്ല, നമുക്കൊരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ഇന്ന് ഇപ്പൊ ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എഴുതി ഇന്ന് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഏതെങ്കിലും എല്ലാവരും ഒന്ന് റീഡ് ചെയ്തോ കേട്ടോ.
ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാത്തുണ്ടോ, ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതൊന്ന് വായിച്ചു നോക്കും. മാഡം ആദ്യം പറഞ്ഞതൊന്ന് സ്ക്രോൾ ചെയ്യാവോ? ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് അല്ലേ? ഓ, ആദ്യം പറഞ്ഞത് ജോബ് റെസ്പോൺസിബിലിറ്റി തുടക്കം പറഞ്ഞത്. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഫസ്റ്റ് പോയിന്റ് ആണോ? ആ, ഓക്കെ. A blood bank manager acts as a head of the entire blood bank. ആ മൊത്തത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യണം ഈ ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ മാഡം സ്ക്രോൾ ചെയ്യാവോ? മാഡം സ്ക്രോൾ ചെയ്യാവോ? അത് സ്ക്രോൾ ചെയ്യാലോ. കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ മൊത്തത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതിന്റെ ഒരു ഹെഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ബ്ലഡ് ബാങ്ക് മാനേജർ. അപ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്ന് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, അതിന്റെ ഹെഡായിട്ട് തന്നെ ആക്ട് ചെയ്യുക. പിന്നെ ബ്ലഡ് ബാങ്കിലെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ഓപ്പറേഷൻസ്, ഡെയിലി ഓപ്പറേഷൻ, ബ്ലഡ് ബാങ്ക് ചെക്കിംഗ് എക്സ്പെൻസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ, വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. പിന്നെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും അവരെ സെലക്ട് ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും ഗൈഡിങ് ടാസ്കുകളൊക്കെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് നിയമിക്കുന്ന ന്യൂലി ഹെയർഡ് സ്റ്റാഫ്, പുതിയതായിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ വർക്കിൽ സൂപ്പർവൈസ് ചെയ്യാനും പിന്നെ അതുപോലെ ലീഡ് ചെയ്യുകയും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണം. അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് അദ്ദേഹത്തിന് ജോബിലായിട്ട് വരുന്നതാണ്. പിന്നെ ട്രെയിനിങ്സ് ആർ ഗിവൺ, അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിന്റെ എല്ലാ ഓവറോൾ പെർഫോമൻസ് അസസ് ചെയ്യുക, അതുകൂടാതെ അതിനെ ഓവർസീസ് ചെയ്യുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക. പിന്നെ ഫയൽസും റെക്കോർഡ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർലി പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യുക. ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത്രയും ചെയ്താൽ മതി. അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ അവരാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവര് സ്റ്റാഫുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ട് റെക്കോർഡ്സും ഫയൽസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, ബ്ലഡ് ബാങ്ക് മാനേജർ അവരുടെ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ ബ്ലഡ് ബാങ്ക് മാനേജറിന് സെൻട്രൽ പ്രോഗ്രാംസ്, ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള സെൻട്രൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കും, അതിന് ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും ഈ ബ്ലഡ് ബാങ്ക് മാനേജർ. ക്ലിയർ ആയോ? ആ പോയിന്റ്സുകൾ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻഷുർ ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ടു കീപ്പ് ചെയ്യണം പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, പ്രോട്ടോകോൾസുകൾ ഓർക്കണ്ട പോയിന്റ്സുകള്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ, പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തണം അല്ലെ? ഏജ് പറഞ്ഞു നമ്മൾ അല്ലെ? ഏജ് എത്രയായിരിക്കണം? 18 to 65 ബിറ്റ്വീനിലായിരിക്കണം. വെയിറ്റ് 45 kg എബോ ആയിരിക്കണം. ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. മെന്റലി ഫിസിക്കലി ഒക്കെ അതിന് ഫിറ്റ് ആയിരിക്കണം. പിന്നെ മെഡിസിൻ ആണെങ്കിൽ 90 days കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 120 days ആണ്. പിന്നെ അതുപോലെ തന്നെ 300 ml ബ്ലഡ് ആണ് ഒരു പ്രാവശ്യം നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളത് ഇതൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾസിൽ വരുന്നത്. അപ്പൊ അവര് ആ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ ആ സിസ്റ്റം അവര് പ്രോപ്പർ കീപ്പ് ചെയ്യുന്നുണ്ടോ, സംരക്ഷിക്കുന്നുണ്ടോ, ഇതനുസരിച്ച് തന്നെയാണോ അവര് അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പ്രോട്ടോകോള് കറക്റ്റ് ആയിട്ട് അവര് പരിപാലിക്കുന്നുണ്ടോ, സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അത് അവര് ചെക്ക് ചെയ്യണം. പിന്നെ വെരിഫൈ ഇൻസിഡൻസ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്. വെരിഫൈ ഇൻസിഡൻസ് ഫോംസ്, ഫോമുകൾ വെരിഫൈ ചെയ്യണം. ഇവിടെ ഫോമുകൾ പരിശോധിക്കുക. ഏതുമായിട്ട് ബന്ധപ്പെട്ട? റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ ഒന്ന് വെരിഫൈ ചെയ്യുക.
പിന്നെ അതുപോലെ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, ആ റെക്കോർഡ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മെയിൻ്റെനൻസ് ചെയ്യുക. ഇതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്. ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫോമുകളൊക്കെ വെരിഫൈ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതിന്റെ സ്റ്റോറേജ് അത് അവര് ഉറപ്പുവരുത്തണം, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. നെക്സ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോള് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളത്, വെൽ ട്രെയിൻഡ്, നല്ല ട്രെയിനിങ് കിട്ടിയ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ, ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സണൽ, ഉദ്യോഗസ്ഥര്, നല്ല ട്രെയിനിങ് കിട്ടിയ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽ ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കാണെങ്കിൽ പോലും ബ്ലഡ് ബാങ്കിലെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. അപ്പൊ അതില് ബ്ലഡ് ബാങ്കില് അവിടെ എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ കൺട്രോൾ ചെയ്യുകയായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് നല്ല ട്രെയിനിങ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് to identify and settle departmental issues, also to revise existing policies. Make arrangement for meeting. മീറ്റിങ്ങിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. എന്തിനുള്ള മീറ്റിംഗ്? ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, ഈ ബ്ലഡ് ഡൊണേഷനോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യണം. ടു മേക്ക് ദ അറേഞ്ച്മെന്റ് ഓഫ് meeting to identify and settle departmental issues. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, പ്രശ്നങ്ങൾ എന്താണെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനും അതിനൊരു സെറ്റിൽ ചെയ്യാനും അതിനൊരു തീരുമാനം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യണം. ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി. അതോടൊപ്പം തന്നെ നിലവിലുള്ള പോളിസീസ്, നയങ്ങൾ റിവൈസ് ചെയ്യണം, ചെക്ക് ചെയ്യണം. അത് റിവൈസ് ചെയ്യുകയും ചെയ്യണം. നിലവിലുള്ള നയങ്ങൾ റിവൈസ് ചെയ്യുകയും ചെയ്യണം. And also to revise existing policies. ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആരാണ് നെക്സ്റ്റ്? സുൽത്താന. ഞാനിവിടെ സ്ക്രീനിൽ കാണുന്ന പേരുകളോട്ടെ വിളിക്കുന്നേ. ഓക്കെ, സുൽത്താന. ഒരുവിധം നമ്മുടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആകുമ്പോഴത്തേക്കും കുറെ പേരെയൊക്കെ നമുക്ക് വിളിക്കാം. ഇപ്പൊ എത്ര പേരുണ്ട്? 75, 75 കുട്ടികളുണ്ട്. ഇപ്പൊ വിളിക്കാത്തവർക്ക് വേറെ ഒന്നും തോന്നരുത് കേട്ടോ. എല്ലാവർക്കും നമുക്ക് ഓരോ പേരുകൾ മാറി മാറി വിളിക്കാം. പിന്നെ നിങ്ങളെ ആണെങ്കിലും ഓരോരുത്തരെ പേഴ്സണലി പരിചയപ്പെടാനും ഉള്ള ടൈമൊന്നും നമുക്ക് ഇല്ല. നിങ്ങൾ ഓരോരുത്തരോട് വിളിച്ച് പേരും വീടും കാര്യം നിങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമും 1 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോ കുറച്ച് ടൈം പോകുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സുൽത്താന. ഫസ്റ്റത്തെ 2 പോയിന്റ് ഒന്ന് വായിക്കോ? അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഇവര് വായിക്കുമ്പോ ആ കൂടെ നിങ്ങളും കൂടി ഒന്ന് നോക്കി പോകാം. സുൽത്താനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് വേഗം ഒന്ന് റീഡ് ചെയ്യട്ടെ. To keep a proper system of blood transfusion protocol. Verify incident forms related to transfusion reactors, proper maintenance of records. ഓക്കെ, നിവിയ ബാബു. അടുത്ത 2 പോയിന്റ് ഒന്ന് വായിക്കോ? നിവിയ. Okay. Prepare storage of blood and blood products. Department is controlled by well-trained and qualified personnel. Make arrangements for meetings to identify and settle departmental issues. Also to revise existing policies. നിലവിലുള്ള പോളിസീസ് റിവൈസ് ചെയ്യണം.
ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ബ്ലഡിനെ കുറിച്ചുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് തരാം കേട്ടോ. അത് ക്വസ്റ്റ്യൻസിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളത് പറഞ്ഞില്ലായിരുന്നു. ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഹെമറ്റോളജി നമുക്ക് നോട്ട് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഞാൻ തരാം കേട്ടോ. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിക്കോളൂ. മാഡം ആ, ക്വസ്റ്റ്യൻസ് ആണോ? ക്വസ്റ്റ്യൻസ് എഴുതാം. നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ ഇപ്പൊ പഠിപ്പിച്ച നോട്ടാ മാഡം? ഇപ്പൊ പഠിപ്പിച്ച നോട്ട് ക്വസ്റ്റ്യൻസ് ആണോ? അതിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നാളത്തേക്ക് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ മോക്ക് ടെസ്റ്റ് ആയിട്ട്. നാളെ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ അത് നിങ്ങൾ നമ്മൾ ഈ പഠിച്ച ഇന്നിപ്പോ എടുത്ത ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. നമ്മള് ഇതിന്റെ ഇപ്പൊ പഠിച്ചില്ലേ വെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതിന്റെ നോട്ട് എഴുതിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ എഴുതിയ പോലെ? ഇതിന് വേറെ നോട്ട്സ് ഒന്നുമില്ല. പ്രിന്റഡ് നോട്ടിലുള്ള അത്രയും പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങള്, ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബ്ലഡ് ബാങ്ക് മാനേജർ, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. അതായത് പ്രിന്റഡ് നോട്ടിലുള്ള നോട്ട് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ ഇതുപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തരുള്ളൂ. ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഒരു മിനിറ്റ്, ഇതില് റെക്കോർഡ്സിന്റെ രണ്ടിലും പെടുന്നില്ലേ? മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിലും വരുന്നില്ലേ? ഏതാണ് പറഞ്ഞോ? റെക്കോർഡ്സിന്റെ പറയുന്നില്ലേ? വരുന്നുണ്ട്. അത് രണ്ടിലും വരുന്നില്ലേ? അഡ്മിനിസ്ട്രേഷൻ പേർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ അത് നോക്കുന്നത്, അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ, വേഗം എഴുതിക്കോ കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് അങ്ങ് തീർക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് ബാങ്ക് typically should be typically situated situated on the dash floor. Blood bank typically should be situated on the dash floor. ഏത് ഫ്ലോറിലായിരിക്കണം? Ground floor. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം മാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബ്ലഡ് ബാങ്ക് typically typically should be situated on the dash floor. Situated on the dash floor. Next, the second question. Which of the following is not a function of blood bank? Is not a function of blood bank. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് അല്ലാത്തത് ഏതാണോ ചോദിച്ചേക്കുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻ അല്ലാത്തത് ഏത്? Which of the following is not a function of blood bank? Options എഴുതാം. ഓപ്ഷൻസ് എഴുതിക്കോ. ഓപ്ഷൻ എ, ഇൻവെന്ററി, INVENTORY, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്. Inventory and stock management of blood and its elements. Blood and its elements. ഒന്നുകൂടി പറയാവോ? ബ്ലഡ് കഴിഞ്ഞിട്ട് ഇൻവെന്ററി, INVENTORY, inventory and stock management of
blood and its elements. Blood and its elements. Second option B എഴുതാം. Evaluation of immunological 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 suitability between donor and patient. Evaluation of immunological suitability between donor and patient. Donor and patient. Option C എഴുതാം. To contribute CONTRIBUTE to contribute a reduction 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 റിഡക്ഷൻ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയോ? to contribute 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 a reduction 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 in the incidence of hospital infection. Option D എഴുതാം. All of the above. ഇവിടെ ഹോസ്പിറ്റൽ ഓഫ് ദ hospital infection. Incidence of hospital infection. Option D എഴുതാം. All of the above. ഏതാ? Note the function of blood bank. Option C. Okay, option C. To contribute reduction in the incidence of hospital infection. മറ്റേത് രണ്ട് നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് പഠിച്ച പോയിന്റ്സുകൾ തന്നെയാണ് വന്നേക്കുന്നത് അല്ലെ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് വരുന്നുണ്ട്. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഇത് രണ്ട് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം. Who comes under organogram എന്ന് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Who comes under technical supervisor? Who comes under technical supervisor? Options എഴുതിക്കോ. Technician, TECHNICIAN, technician. B, option B, BTO, blood transfusion officer. Short ചെയ്ത് എഴുതിയാൽ മതി. BTO. Option C, clerks. CLERKS, clerks. Option D, assistant technician. ആരാ? Technical Clerk. Okay, very good. Clerks. Next question എഴുതിക്കോ. Which is the most common blood group? Which is the most common blood group? Which is the most common blood group? കോമൺ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓ നെഗറ്റീവ്. ഓ പോസിറ്റീവ് ആണ് കോമൺ ആയിട്ടുള്ള കേട്ടോ. കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓ പോസിറ്റീവ് ആണ്. ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. ഓക്കെ, AB നെഗറ്റീവ് ആണ്. അത് ഞാൻ എഴുതണമെന്നില്ല, അപ്പൊ നമ്മൾ ഓർഡർ എഴുതിയല്ലോ. ഇത് AB നെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Dash cells ആൻസർ എന്ന് പറയാം. ഇപ്പൊ പറഞ്ഞ നമ്മള് മോസ്റ്റ്
കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഓ പോസിറ്റീവ്. ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഡാഷ് സെൽസ് help 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 in fighting infection. സെൽസ് ആണോ? Dash cells help in fighting infection. Infection എതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഓക്കെ ഏതാ? blood cells. ഓക്കെ, വെരി ഗുഡ്. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അത് 3 4 ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. പ്ലാസ്മയുടെ ഫംഗ്ഷനും പഠിക്കണം. WBC, വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC? What is the scientific name of RBC? What is the scientific name of RBC? ഏതാ scientific name ഏതാ? Erythrocyte. Okay, erythrocyte. ERYTHROCYTES. Erythrocytes. മിസ് പ്ലാസ്മന്റെ സയന്റിഫിക് നെയിം എന്താന്ന് പറഞ്ഞില്ലേ? എന്തോ ആരാ പറഞ്ഞത്? ക്ലിയർ ആയി? പ്ലാസ്മന്റെ സയന്റിഫിക് നെയിം അന്ന് പറഞ്ഞില്ലേ? സയന്റിഫിക് നെയിം പറഞ്ഞത് ഏതാണ്? RBCD ആണ്. അല്ല, അന്നത്തെ ക്ലാസ്സിലെ പ്ലാസ്മേന്റേത് ഇല്ല, ഇത് 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. സയന്റിഫിക് നെയിം നമ്മൾ RBCയുടെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ പ്ലേറ്റ്ലെറ്റിന്റെ ഇത് 3 മാഡം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ മാഡം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഒന്ന് പറയാം. ഡാഷ് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ആൻസർ പറഞ്ഞാൽ നമ്മള് WBC വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലേ ഇമ്മ്യൂൺ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡ് സെല്ല് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. WBC ആണ് വൈറ്റ് ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC ആണ്. RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്. ERYTHROCYTES. എറിത്രോസൈറ്റ്സ്. മാഡം വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് RBC? സയന്റിഫിക് സ്പെല്ലിംഗ് പറയോ മാഡം? SCIENTIFIC. 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 Scientific name of RBC. Erythrocytes. ERYTHROCYTES. Next question എഴുതിക്കോ. Antigen present in A group is dash. Antigen present in A group is dash. Antigen ഏതാ ഗ്രൂപ്പ് എയുടെ? Antigen A. Antigen present in group A അല്ലെങ്കിൽ A group is dash. Antigen A. Next question. Dash is an inflammation. Dash is an inflammation of the liver. Dash is an inflammation of the liver. Options പറയാം. Option A, hepatitis. HEPA TITIS. Gin2 albin mutic വെക്കട്ടോ. നെക്സ്റ്റ് ആരോടാണ്? വേറെ ആരോ മ്യൂട്ട് വെച്ചിട്ട്. ഹെപ്പറ്റൈറ്റിസ് HEPA TITIS. ഹെപ്പറ്റൈറ്റിസ്. ഓപ്ഷൻ ബി ഹീമോഫീലിയ HAEMOPHILIA. ഹീമോഫീലിയ. ഓപ്ഷൻ അറിയോ? Okay, dash is an inflammation of the liver. ലിവറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ഓപ്ഷൻസ് പറയാം. ഹെപ്പറ്റൈറ്റിസ് HEPA TITIS. ഹെപ്പറ്റൈറ്റിസ്. ഹീമോഫീലിയ HAEMOPHILIA.
Like option C, leukemia. L-E-U-K-A-E-M-I-A. Leukemia. Option D, myocarditis. M-Y-O-C-A-R-D-I-T-I-S. ഒന്നുകൂടെ പറഞ്ഞു മാഡം. M-Y-O-C-A-R-D-I-T-I-S. Inflammation of the liver. ഏതാ? Liver hepatitis. Next question എഴുതിക്കോ. Which blood group is known as universal donor? Which blood group is known as universal donor? Which blood group? O group. Okay, O group. Recipient ഏതാ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? AB. Okay. Next question. Question now. Which blood group is known as universal donor? Which blood group is known as universal donor? Okay. ഇർഫാൻ ആൻസർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഏതാണ് യൂണിവേഴ്സൽ ഡോണർ? ഇർഫാൻ ഇല്ലേ? ഇവിടെ പേര് കണ്ടല്ലോ, ഇർഫാൻ എന്നുള്ള പേര്. ഗ്രൂപ്പ് ആണോ മിസ്? സുസ്മിത ഒന്ന് പറഞ്ഞു കൊടുത്തേ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? O group. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. The study of blood is called dash. The study of blood is called dash. Hematology. ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഒന്ന് എഴുതിക്കോ. ഓപ്ഷൻ എ ഡെർമാറ്റോളജി, DERMATOLOGY, ഡെർമറ്റോളജി. ഓപ്ഷൻ ബി ന്യൂറോളജി, NEUROLOGY, ന്യൂറോളജി. ഓപ്ഷൻ സി നെഫ്രോളജി, NEPHROLOGY, നെഫ്രോളജി. ഓപ്ഷൻ ഡി ഹെമറ്റോളജി, HEMATOLOGY, ഹെമറ്റോളജി. HEMATOLOGY. The answer, study of blood is called Hematology. dermatology. Dermatology. Study of skin. Study of skin. Neurology. Nephrology. Study of kidney. Study of kidney disease. Kidney disease ne kurichulla പഠനമാണ് nephrology എന്ന് പറയുന്നത്. Okay. Next question എഴുതിക്കോ. An average person carries almost dash liters of blood. Okay, 5 liters. Liter. 4 liters, 5 liters, 6 liters. Option A correct. 5 liters. Next question. Which of the following are the task? TASKS, task. Which of the following are the task of blood bank? Are the task of blood bank? Ma'am, please question ഒന്നുകൂടെ.
Which of the following are the task task of blood bank? Options ഞാൻ തരാം. Which of the following are the task of blood bank? Option A എഴുതുക blood collection. Option B എഴുതുക testing. TESTING testing. Option C separation. SEPARATION separation. Option D all of the above. All of the above. Okay. All of the above. ടാസ്കുകളാണ് blood collection, testing, separation. Next question എഴുതിക്കോ. What is anticoagulant? Anticoagulant. 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 What is anticoagulant? COA. ANTICOAGULANT. Anticoagulant. COAGULANT. What is anticoagulant? Options എഴുതിക്കോ. Option A liquid which stop bleeding. Liquid which stop bleeding. മാഡം അതിന്റെ കൂടെ അതിന്റെ കൂടെയാണോ മാഡം? മാഡം ജാഹിറാനിലെ അക്കൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാം. മ്യൂട്ട് ചെയ്യാതാരാ? മ്യൂട്ട് ചെയ്തേ. What is anticoagulant? Liquid which stop bleeding. Option A ആണ് liquid which stop bleeding. Liquid which stop bleeding. Option B എഴുതിക്കോ. Chemical which prevent bleeding. Chemical which prevent bleeding. മാഡം രണ്ടാമത്തെ പോയിന്റ് ആണോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിംഗ്. ഓപ്ഷൻ സി salt, SALT, salt that allow blood to clot. Salt that allow blood to clot. Option D, none of the above. ശ്രദ്ധിച്ചു നോക്കിയിട്ട് സി എന്ന് പറയോ മാഡം? ഓപ്ഷൻ സി salt, SALT, salt that allow blood to clot. Allow blood to clot. Option D, none of the above. ആന്റികോയാഗുലന്റ് നമ്മൾ പറഞ്ഞു. എന്താണ് ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞേ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, ക്ലോട്ട് ആവാതെ ഇരിക്കാൻ അല്ലെ, ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ആ ഡ്രഗ് ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞ ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാതെ ഇരിക്കാനുള്ളതാണ് ആന്റികോയാഗുലന്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഏതാണ് ആൻസർ വരുന്നത് നോക്കിയേ. ഓപ്ഷൻസിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ലിക്വിഡ് ഓപ്ഷൻ എ. ഒന്നും അതാ പറഞ്ഞു. ഇത് കഴിഞ്ഞ ബാച്ചിലെ പിള്ളേരോട് ചോദിച്ചപ്പോഴും അവര് തെറ്റിച്ചു. ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച ഓപ്ഷൻസ് നോക്കൂ നിങ്ങള്. ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിങ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ലിക്വിഡ്. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിങ്. നെക്സ്റ്റ് നോക്കിയേ, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ലിക്വിഡ്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാന്നല്ലേ മീനിങ് അവിടെ. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്ലോട്ട് ആവുക. ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിങ്, തടയുന്ന കെമിക്കൽ. ബ്ലഡ് ക്ലോട്ട് ആവുകയല്ലേ.
ക്ലോട്ട് ആവുക എന്നുള്ള മീനിങ് അല്ലേ വന്നേ നോക്കിയേ. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യുന്ന തടയുന്ന കെമിക്കല്. പിന്നെ നോക്കിയേ സോൾട്ട് ദാറ്റ് അലോ ബ്ലഡ് ടു ക്ലോട്ട്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന സോൾട്ട്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ഇനി നോക്കിയ ആൻസർ അപ്പൊ ഏത് വരും? ഓപ്ഷൻ ബി. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിംഗ്. കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിംഗ്. ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ, ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ്. അതുമായിട്ട് മിക്സ് ചെയ്ത് ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനാണ്. അപ്പൊ ഇതിനകത്ത് ഏതാ വരുന്ന ഓപ്ഷൻ? ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതെല്ലാവരും തെറ്റിച്ചു. ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ചോദിച്ചു അവര് എ ബി സി എന്നൊക്കെ ആൻസർ പറഞ്ഞു. പക്ഷെ ഓപ്ഷൻ ഡി ആണ്. ഇത് നിങ്ങൾ 3 നോക്കുക. സ്റ്റോപ്പ് ബ്ലീഡിങ്. സ്റ്റോപ്പ് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ എന്താ? ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുക, കട്ടയാവുക എന്നുള്ള മീനിങ്. പ്രിവെന്റ് ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ബ്ലീഡിങ്ങിന് തടയുന്നത്, അതും കട്ടയാവുക എന്നുള്ളത്. ബ്ലഡ് ടു സോൾട്ട് ദാറ്റ് ബ്ലഡ് ടു ക്ലോട്ട്, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സോൾട്ട്, അനുവദിക്കുന്ന സോൾട്ട്. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവുക എന്നുള്ള. പക്ഷെ ഇതെന്താ? ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ, അല്ലെ? ക്ലോട്ട് ആവാതിരിക്കാനാണ് സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്. അത് ഹെപ്പാരിൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ആന്റികോയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനാണെന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് 10-15 ക്വസ്റ്റ്യൻസ് ഇന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാളത്തേക്ക് അത് കിട്ടും. അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ, ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ 4th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ CSSD ആട്ടോ. പ്രിന്റ് എടുക്കാനുള്ളവര് പ്രിന്റ് എടുത്ത് വെച്ചോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. നാളെ ഫസ്റ്റ് ക്ലാസ് എന്റെയാണ്. എല്ലാവരും ക്ലാസ്സിൽ കയറുക കേട്ടോ. ഓക്കെ, CSSD. ഓക്കെ, താങ്ക് യു. മാഡം 13 ക്വസ്റ്റ്യൻ തന്നെ മാഡം. ക്വസ്റ്റ്യൻ ടോട്ടൽ എത്രയായിരുന്നു? ഞാൻ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കി അങ്ങനെ പറഞ്ഞു. 13. CSSD ആണ് നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ചാപ്റ്റർ 90 ആണെന്ന് തോന്നുന്നു. നിങ്ങൾ അതൊന്ന് നോക്കിയാൽ ഹെഡിങ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you.